കയറുന്നുണ്ട്, ഒരു രക്ഷയില്ല. അടുത്തത് എന്താണെന്ന് പറയാം. ശരത്തപ്പാനി, രേണുസുധി, റന ഫാത്തിമ ഇവരെല്ലാവരും കൂടി ഒരു കൂടിയാലോചനയുണ്ട്. അപ്പം അവിടെ രേണുസുധി പറയുന്നുണ്ട് 5 ദിവസം നിന്നാൽ തന്നെ 2 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ ഒന്നും ക്യാമറനെ ഹൈഡ് ചെയ്യാന്നുള്ളൊരു വാക്കവിടെ രേണുസുധി ഉപയോഗിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ക്യാമറനെ ഹൈഡ് ചെയ്യല്? അപ്പോൾ ക്യാമറയെ ഉണ്ടെന്നും ക്യാമറയെ ഹൈഡ് ചെയ്ത് സംസാരിക്കാൻ പറ്റുമെന്നും ക്യാമറയെ ഹൈഡ് ചെയ്ത് സംസാരിച്ചാൽ ആരും ഒന്നും കാണില്ലെന്നുമുള്ളത് നീ അവിടെ പറയുന്നത് അവിടെ ബിഗ് ബോസ് കേട്ടോണ്ടിരിക്കുക. എന്തൊക്കെയാ വെഡിത്തരങ്ങളാ കുട്ടിയെ നീ പറയണേ? റന ഫാത്തിമ പറയണ എന്താന്ന് വെച്ചാല് രേണുസുധി ആരാണ് എന്താണെന്നുള്ളത് ഇവിടെ നിന്നാല് മാറ്റാൻ പറ്റും എന്നുള്ള രീതിക്കാണ് ആ കുട്ടി പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നല്ലാണ്ട് ക്യാപ്റ്റനാണ് ഏറ്റവും കൂടുതൽ പാട്. എന്തായാലും ഒത്തൊരുമിച്ച് ഒരു 100 ദിവസം വലിയ ടാസ്ക് തന്നെ. 100 ദിവസം ഒരു 5 ദിവസമൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയാം. ഓക്കെ, നമ്മൾ കഷ്ടിച്ച് ഒരാഴ്ച നിന്നെന്ന് വെച്ചാൽ 2 ആഴ്ച നിന്ന് നമുക്ക് ക്യാമറയാണ്, നമ്മുടെ സ്വഭാവം ഹൈഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ പരിപാടിയൊന്നുമില്ല, ഈ ഹൈഡിങ് ഇല്ല. ചെയ്യുന്നവരുണ്ട്. ഇപ്പം ഇത് പറയുന്ന രേണു ചേച്ചി തന്നെ എങ്ങനെ ഹൈഡ് ചെയ്യുന്നില്ല എന്നെന്താ അത്ര എല്ലാരും എക്സാക്ട്ലി ഇങ്ങനല്ല. രേണുസുധി ഹൈഡ് ചെയ്യേണ്ട, പക്ഷെ 2 ആഴ്ച കഴിഞ്ഞ് അത് നമ്മുടെ പിടിവിടും. പിന്നെ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വേറെ. ഞാൻ ഒന്നാമത്തെ കാര്യം എനിക്കധികം ചീത്തപ്പേരുള്ളത് മാറ്റിയെടുക്കാൻ വേണ്ടി കൂടെയാണ് എൻ്റെ ഒരു ദേഷ്യം കൺട്രോൾ ചെയ്യാന്നുള്ളൊരു വലിയൊരു മൈൻഡ് സെറ്റും കൂടെയാണ് ഞാൻ വന്നത്. പക്ഷെ എനിക്കത് പറ്റും. ചേച്ചിക്ക് അതൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഇത്. പക്ഷെ അത് രേണുസുധി എന്താണെന്ന് റിയൽ ഓരോ നെഗറ്റീവുകൾ ഉണ്ടാകും ഓരോരുത്തർക്ക് മറ്റുള്ളവർ കാണുന്ന, അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് ദേഷ്യം വരുന്നവരെ, പിന്നെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നവരുണ്ടാകും. അതല്ല, സ്വന്തക്കാരെ മാത്രം ചേർത്ത് പിടിക്കും, മറ്റുള്ളവരൊക്കെ മോശക്കാരാണെന്ന് കാണുന്നതും വരുത്തി തീർക്കുന്നതും അവരെ അങ്ങനെ കണ്ട് സംസാരിക്കുന്നവരും ഉണ്ടാകും. അപ്പം ഇതെങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള സ്വഭാവ രീതികൾ മാറിയെടുക്കാൻ പറ്റുമെന്ന് പറയുന്നു. അതിപ്പോൾ അറിയണമെങ്കിൽ ഇവരൊക്കെ പറയുന്നതിനാണ്. നമുക്കൊന്നും ബിഗ് ബോസിൽ പോകാനുള്ള ചാൻസ് ഒന്നും ആരും തരുന്നില്ലല്ലോ. അവിടെ വേണ്ടത് ഒരു സാധാരണക്കാരായവരെ കൊണ്ടുവന്നിട്ട് അവിടെ വിട്ടേക്കുക. 100 ദിവസത്തേക്ക് ഒരു 20 പേരെ വിടുക. അങ്ങനെയുള്ളവർ അതിനകത്തുനിന്ന് ഗെയിം കളിച്ച് വരട്ടെ. കൊടുക്കുന്ന ടാസ്കുകളൊക്കെ നന്നായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ടോ? എന്താ ഇത് ഇവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും സീരിയൽ ആർട്ടിസ്റ്റുകൾ, സിനിമാക്കാർ, എങ്ങനെയുള്ള ശരത്തപ്പാനിയൊക്കെ അങ്കമാലി ഡയറീസിലാണ് സിനിമ അഭിനയിക്കാൻ വന്നത്. ശരത്തപ്പനിയൊക്കെ പിന്നെ അതിൻ്റെ ശേഷം കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ച ആളാണ്. വരുമാനമാർഗം ഉള്ളവരെയൊക്കെ കൊണ്ടുപോയി അതിനകത്തിട്ട് അവരൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ സിനിമ ഷൂട്ടിംഗ് സംബന്ധമായി പോയും പലതരം രീതിയിലുള്ള ഭക്ഷണങ്ങളും പലതരം ആളുകളെയും കണ്ടവരാണ്. അഭി, അനുമോള്, ഷാനവാസ് ഷാനു ഇവരൊക്കെ സീരിയലിൽ എത്രയോ വർഷമായിട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ബിന്നി എന്ന് പറഞ്ഞ പെൺകുട്ടി സീരിയൽ അഭിനയിക്കാൻ തുടങ്ങിയതാണ്. സരിക കൊയിലാണ്ടിക്കാരി സരിക എന്ന് പറയുന്ന പെൺകുട്ടി 20 വർഷമായിട്ട് കോമഡിയിൽ സംഘടനയിൽ എല്ലാം ഉണ്ട്. വിദേശത്തൊക്കെ പ്രോഗ്രാമുകൾ ചെയ്യുന്ന, നമ്മുടെ കേരളത്തിലെ എല്ലാ പരിപാടികളിലും ഒരുവിധ എല്ലാ സ്റ്റേജ് ഷോകളിലും വരുന്നവരാണ്. പിന്നെ ആരാണ്? ഷാരിക ഒരു ഇന്റർവ്യൂവറാണ്, ഹോട്ട് സീറ്റ് ഇന്റർവ്യൂവറാണ്. പലരെയും ഇന്റർവ്യൂ ചെയ്ത് ചോദ്യങ്ങൾ ചോദിച്ച് ഞെട്ടിച്ചിരിക്കുന്ന ആളാണ്. അങ്ങനെ നോക്കുമ്പം എല്ലാവരും ഒരുവിധം എല്ലാം ചെയ്തവർ തന്നെയാണ്. അനീഷ് എന്ന് പറയുന്ന ആള്, അനീഷ് ഒരു കവിയാണ്, എഴുത്തുകാരനാണ്, കൃഷിക്കാരനാണെന്നും കൂടെ കേൾക്കുന്നുണ്ട്. പിന്നെ അക്ബർ ഖാൻ നല്ലൊരു ഗായകനാണ്. അദ്ദേഹം എഴുതി, അദ്ദേഹം സംഗീതം കൊടുത്ത്, അദ്ദേഹം തന്നെ പാടിയിട്ടുള്ള പാട്ടുകളുണ്ട്. അറിയപ്പെടുന്നവരാണ് ഇവരൊക്കെ. അറിയപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയ അറിയപ്പെടലുകളല്ല. ഒരു പാട്ട് പാടി അത് സംഗീതമൊക്കെ കൊടുത്തു ഒരു സിനിമയിൽ ഒരു പാട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ട് എന്നുള്ളത് കുറച്ച് പേരെങ്കിലും അറിയാതിരിക്കില്ലല്ലോ. അപ്പം അങ്ങനെ വന്നവരാണ്.
അപ്പോൾ ഇങ്ങനെയുള്ളവരെയൊക്കെയാണ് ബിഗ് ബോസ് സീസണുകളിലേക്ക്, ഓരോ സീസൺ കഴിയുമ്പോൾ അടുത്ത സീസണുകളിലേക്കായിട്ട് ഇത്തരം ആളുകളെയാണ് കൊണ്ടുവരുന്നത്. അല്ലാതെ കൊണ്ടുവരാൻ പറ്റുന്ന കുറേ ആളുകളുണ്ട്. അവരെയൊക്കെ ബിഗ് ബോസിൽ ഒന്ന് കൊണ്ടുവന്നാൽ, കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ വരുന്നവർക്കൊരു ഗുണമെങ്കിലും ഉണ്ടാകും. ഇവരെ സംബന്ധിച്ച് ഇവരിവിടെ കുറേ ദിവസം നിൽക്കും, ഹാഷ് ബുഷായിട്ട് ജീവിച്ചു പോകും. അതും കഴിഞ്ഞ് അവർ കൊടുക്കുന്ന പണവും വാങ്ങി അവരങ്ങ് പോകും. അവർക്ക് ഈ ബിഗ് ബോസിനകത്ത് വന്നില്ലെങ്കിലും അവർക്ക് പണം ഉണ്ടാക്കാൻ അറിയാം. വെച്ചാൽ അവരുടെ ഓരോരോ മേത്തർക്കുള്ള ഓരോരോ മേഖലകളുണ്ട്. മുൻഷി രഞ്ജിത്ത് എന്ന് പറയുന്ന ആള്, മുൻഷി എന്ന പരിപാടി തുടങ്ങിയിട്ട് എത്ര വർഷമെന്നറിയോ? നമ്മളൊക്കെ തുടക്കം മുതലേ കാണുന്നതാണ് മുൻഷി പരിപാടി. സ്റ്റാർട്ട് ചെയ്തത് മുതൽക്ക് എത്രയോ വർഷങ്ങളായിട്ട് കാണുന്നതാണ്. അവർക്കൊക്കെ വരുമാനമില്ലായിട്ടാണ് അവരെയൊക്കെ കൊണ്ടുവന്നിട്ടേക്കുന്നത്. അവർക്കൊക്കെ എന്താണ് കഴിവ്? സാധാരണക്കാർക്കുള്ള കഴിവ് അവർക്കും ഉള്ളൂ. അവർക്ക് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല. ബിഗ് ബോസിന് വേണ്ടിയിട്ട് കൊടുത്ത വീട് തന്നെയാണ്. നേരത്തെ ഉണ്ടായിരുന്ന വീടല്ല അത്, ഇത് വേറെ വീടാണ്. ഇപ്പോൾ ഒരുപാട് ഇതിനകത്ത് പണമൊക്കെ ഇറക്കി ചെയ്യുന്നതാണ്. ഇവരെ വെച്ച് ഇതൊക്കെ ചെയ്യുമ്പം എന്താണ് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്കറിയില്ല. എന്താവും, എന്തെങ്കിലും ബെനിഫിറ്റ് ഇല്ലാതെ ഒന്നിനും ഇറങ്ങില്ലല്ലോ.